So we'll continue where we left over. So we were discussing about the minimum number of teeth required on the pineal in order to avoid the interference phenomenon. So we have reached up to this part. And what was this equation? This equation was for equation relating to the limiting radius of addendum circle of the pinion. So how did we arrive at mt by 2? mt by 2 equation. Then how did we obtain the ratios t by t, t by t? These ratios because we started by deriving using the terms related to radius, radius of pitch circle of pinion, radius of pitch circle of gear, etc. And towards the end, we changed all those equations with respect to the terms related to number of teeth. Because we are focusing on the derivation for the number of teeth. So number of teeth in a terms and equation. So before deriving, at the start of the derivation, we mentioned about these terms. Okay, Jishnu Dilip, endana G? What was G? Jishnu Dilip or G endayirunnu? Jishnu Lee left the meeting. Nice. Junaid, tell me, what was G? G endayirunnu? Junaid. Junaid AP. Sir. എന്താണ് G എന്ന് പറഞ്ഞാൽ എന്താ ജുനൈദേ? G gear ratio sir. എന്നോട് ചോദിക്കുമല്ലോ, നീ ആൻസർ ചെയ്യാവുണ്ട്. Gear ratio ആണ് അല്ലേ? ഗിയർ റേഷ്യോ ഈക്വൽ ടു എന്താണ്? വാട്ട് വാസ് ഗിയർ റേഷ്യോ? എന്തിന്റെ റേഷ്യോ ആണ് ഗിയർ റേഷ്യോ? ഇങ്ങനെയുള്ള ഇക്വേഷൻ, സി ലുക്ക് അറ്റ് ദ ബോർഡ്. ഇങ്ങനെയുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്? How did I change R by R ratios to T by T ratios? എന്തുകൊണ്ട് അങ്ങനെ മാറ്റാൻ കാരണം? ആ ചേഞ്ച് എങ്ങനെ വന്നു? എങ്ങനെയാ ചേഞ്ച് വന്നത്? അക്ഷയ് കൃഷ്ണ ടി പറ, ആ ചേഞ്ച് എങ്ങനെയാ വന്നേ? ഗിയർ റേഷ്യോ അത് ഡ്രൈവിംഗ് ഗിയറിന്റെ അക്ഷയ് രാജീവൻ നമ്പ്യാർ പറ. Tell me. Sir, number of teeth of gear by number of teeth of pinion gear equal to radius of gear by radius of pinion. അതെങ്ങനെയാണ് അത് രണ്ട് ഈക്വൽ ആകുന്നത്? എന്തുകൊണ്ടത് ഈക്വൽ ആകുന്നത്? Gear ratio G is equal to the ratio of number of teeth on gear to ratio of number of teeth on pinion. It is also equal to ratio of radius of pitch circle of gear divided by radius of pitch circle of pinion. So R by R എന്ന റേഷ്യോ ഗിയർ റേഷ്യോ ആയതുകൊണ്ട് ഗിയർ റേഷ്യോനെ നമുക്ക് ടീത്തിന്റെ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് R by R is converted to T by T.
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി മിനോഷ് പറ, ഈ ആർ സ്ക്വയർ എന്നുള്ള ടേം എങ്ങനെയാണ് MT/2 ആയത്? ഈ ടേം എങ്ങനെയാണ് ഇങ്ങനെ ആയത്? മിനോഷ്. മിനോഷ ഉറങ്ങല്ല, എണീക്ക്. ഇതെങ്ങനെ ഇങ്ങനെ ആയത്? മിനോഷ് എവിടെ? മിനോഷ് സർ അറിയില്ല. ഗുഡ്. അത് പറയാത്ത കാര്യമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല ഇത് കേട്ടോണ്ടിരിക്കാൻ, അല്ലെ? 2 സിഗ്നിഫിക്കന്റ് ഡെറിവേഷൻ ആന്ന് പറഞ്ഞ് അതിന്റെ ന്യൂമറിക്കൽസ് വരും എന്ന് പറഞ്ഞു, എന്നാലും അറിയാത്ത കാര്യം ചോദിക്കാനോ അറിയില്ല, അത് കേട്ടോണ്ടിരിക്കാൻ മടിയുമില്ല. ശരി, അഖിൽ കെ പറ. അഖിൽ കെ, ഹൗ ഡസ് ആർ become equal to MT/2? അഖിൽ കെ മൈക്കോണക്ക് വേഗം വേഗം, സമയമില്ല. അത് അറിയില്ല സാർ. അറിയില്ല. റെനീഷ് പറ. റെനീഷ്, R is equal to MT/2 എന്ന് എങ്ങനെ കിട്ടുന്നു? അറിയില്ല സാർ. അറിയില്ല. M എന്ന് പറഞ്ഞാൽ എന്താണ്? മൊഡ്യൂൾ ആണ്, അല്ലെ? വാട്ട് വാസ് മൊഡ്യൂൾ? D/T ആണ്. This is also equal to capital D by capital T. Small d by small t എന്ന് പറഞ്ഞാൽ എന്താ? പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് പിനിയൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ. ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ടി, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ? പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ഗിയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ. ഈ റേഷ്യോനാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്, അല്ലെ? സോ ഇഫ് M, now as we are discussing or our discussion is related to pinion, M is equal to D/T ആണെങ്കിൽ D is equal to എനിക്ക് എങ്ങനെ എഴുതാം? M into T എന്ന് എഴുതിക്കൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കൂടെ? If D is MT, റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ? MT divided by 2. ക്ലിയർ ആണോ? So അങ്ങനെ after interchanging the terms, we have arrived at limiting radius of addendum circle of pinion. ഇത്രയെത്തി. Now let this be equation number 1. Now I am going to introduce a new term to within our derivation. A new term എന്താന്ന് പറഞ്ഞാൽ, let AP multiplied by M is equal to the addendum of pinion. Addendum of pinion. ആക്ച്വലി എഡൻഡം എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് ഗിയർ ടെർമിനോളജീസ് പഠിക്കുമ്പോൾ എഡൻഡം ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ട് എഡൻഡം എന്താണ്, ഡിഡൻഡം എന്താന്നൊക്കെ പഠിച്ചു. എഡൻഡം ഡിഡൻഡം എന്നൊക്കെ പറഞ്ഞാൽ ദേ ആർ ഡിസ്റ്റൻസസ് ആണ്. പിച്ച് സർക്കിളിൽ നിന്ന് ടൂത്തിന്റെ ടോപ്പ് പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, പിച്ച് സർക്കിളിൽ നിന്ന് അതിന്റെ റൂട്ട് പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എഡൻഡം ആൻഡ് ഡിഡൻഡം റെസ്പെക്റ്റീവ്ലി. സോ fundamentally they are distances. That means millimeter, meter, centimeter, kilometer. ഈ കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞതാ. ഈ യൂണിറ്റ്സിൽ വരുന്ന വാല്യൂസ് ആണ് എഡൻഡം. സോ ഐ ആം ഇൻട്രൊഡ്യൂസിങ് എ എഡൻഡം ടേം ഫോർ പിനിയൻ. പിനിയൻ ആവുമ്പോൾ അതിന് എഡൻഡം ഉണ്ടാവും. കാരണം വി ആർ ബേസിക്കലി ഡിസ്കസിങ് അബൌട്ട് ഇൻഡഫറൻസ്. ഇൻഡഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ലിമിറ്റിംഗ് വാല്യൂ എന്താണ്? എഡൻഡം ഇതുവരെ ലിമിറ്റ് ചെയ്യണം എന്നത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സോ ആ ടീത്ത്, ഒരു പിനിയന്റെ മേലെ വെക്കേണ്ട ഒരു ടൂത്തിന്റെ എഡൻഡത്തിന്റെ വാല്യൂ AP ഇൻറ്റു M എന്ന് എടുക്കുന്നു. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഈ ടോട്ടൽ വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ APM എന്ന് പറഞ്ഞ ടോട്ടൽ വാല്യൂവിനാണ് ഞാൻ എഡൻഡം എന്ന് എടുക്കുന്നത്. ഇവിടെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് നടത്താനുണ്ട്. വേർ AP ഈസ് എ ഫ്രാക്ഷൻ. ഇതൊരു ഫ്രാക്ഷണൽ വാല്യൂ ആണ്, വെരി സ്മോൾ ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷൻ എന്താണ്? ദിസ് ഫ്രാക്ഷൻ വിൽ ബി multiplied to the standard
module of a pinion. അതായത് എം എന്ന് പറഞ്ഞ ഇവിടെ മൊഡ്യൂളാണ്. ഓക്കെ, എം എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. സോ ഈ എ പി മൾട്ടിപ്ലൈഡ് ബൈ എം ആണ് ഇവിടെ വരുന്ന ടോട്ടൽ എഡൻഡം ഓഫ് പിനിയൻ. സോ എന്താണ് ഇതിൽ ഈ എ പിയും എം എന്ന് പറഞ്ഞാൽ? എ പി എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു മൊഡ്യൂൾ ഉണ്ട്. ജനറലി സ്പീക്കിംഗ് ഒരു ഗിയറിന്റെ മൊഡ്യൂൾ എത്രയാണോ അത്രയും ഇപ്പൊ സപ്പോസ് മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു 1, ദെൻ എഡൻഡം വിൽ ഓൾസോ ബി ഈക്വൽ ടു 1. അത് 1 മീറ്റർ ആണോ 1 മില്ലിമീറ്റർ ആണോ എത്രയാണോ അത് മൊഡ്യൂൾ എത്രയാണോ സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ എത്രയാണോ അത് തന്നെയായിരിക്കും എഡൻഡത്തിന്റെ വാല്യൂ. ബട്ട് ആസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് the number of teeth which should be considered for avoiding interference, അവിടെ ഒരു ലിമിറ്റിംഗ് വാല്യൂസ് ഉണ്ടാവും. ആ ലിമിറ്റിംഗ് വാല്യൂസിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് 1 മൊഡ്യൂളിന് ഞാനൊരു ഫ്രാക്ഷൻ എ പിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ വാല്യൂ എ പി ഇൻറ്റു എം ആണ് നമ്മളുടെ ഈ കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പിനിയന്റെ മുകളിൽ വെക്കുന്ന ഒരു ടൂത്തിന്റെ എഡൻഡം. ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ ക്ലിയർ ആണോ? Generally speaking, for a gear wheel, let it be pinion or a gear, രണ്ടായാലും the addendum for a tooth will be a standard module. ഗിയറിന്റെ മൊഡ്യൂൾ എത്രയാണോ അത് തന്നെയായിരിക്കും addendum. But so as to avoid interference, we have to decide what is the number of teeth that we should keep on a gear അല്ലെങ്കിൽ pinion. In order to define that, we are slightly changing that one standard module. One standard module എന്ന് പറഞ്ഞാൽ നമ്മളുടെ addendum ആയിരുന്നു ഇതുവരെ. ഞാൻ എന്താ ചെയ്യുന്നത്? I am multiplying some fraction, ഏതോ ഒരു ചെറിയ ഫ്രാക്ഷണൽ വാല്യൂ, ഇപ്പൊ 1/2 ഓ 3/4 ഓ എന്തോ ഒരു ചെറിയ ഫ്രാക്ഷണൽ വാല്യൂ I am multiplying it with one standard module of the gear. അപ്പൊ കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇപ്പൊ മൊഡ്യൂൾ 1 ആണെങ്കിൽ I am multiplying 1 into 3/4, ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണ് 3/4. സോ ആഫ്റ്റർ മൾട്ടിപ്ലൈങ് 1 into 3/4 എനിക്ക് കിട്ടുന്ന ആ വാല്യൂ ആണ് ഫ്രം നൗ ഓൺ ദി എഡൻഡം ഓഫ് ദി പിനിയൻ. ഈ കണ്ടീഷൻ ഇല്ലായിരുന്നെങ്കിൽ വാട്ട് വുഡ് ബി ദി എഡൻഡം? ദ എഡൻഡം വുഡ് ബി ഈക്വൽ ടു ദ മൊഡ്യൂൾ ഓഫ് ദ ഗിയർ. മനസ്സിലാവുന്നുണ്ടോ? എഡൻഡം ഓഫ് ദ ടൂത്ത് മൈറ്റ് ഹാവ് ബീൻ ഈക്വൽ ടു ദ മൊഡ്യൂൾ ഓഫ് ദ ഗിയർ. Am I clear to you? Yes, sir. So ഇവിടെ I am introducing a term AP into M, which is nothing but as a whole the addendum of the pinion, within which what is AP? AP is a small fractional value with which I'll multiply one standard module of the gear. Okay, fine. Now within the figure, how can you tell the value of addendum? Addendumത്തിന്റെ വാല്യൂ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? addendum എന്ന് പറഞ്ഞാൽ എന്താ? The distance from the pitch circle to the addendum circle ആണ്. So what is our addendum circle? Which is our addendum circle? ഇതാണ് നമ്മളുടെ addendum circle അല്ലേ? We are considering only the new addendum circle. So ഈ addendum circleലേക്ക് pitch circle എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ addendum. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. So what is this distance? O2n minus O1n minus O1p അല്ലേ? അല്ലേ? Yes, sir. ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എന്താ? O1p ആണ് അല്ലെ? പിച്ച് സർക്കിൾ ആണ്. ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് O1n ആണ്. സോ എഡൻഡം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആണ്. സോ എഡൻഡം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഹൗ ക്യാൻ ഐ റൈറ്റ് AP into M? ഇതിന് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു A സഫിക്സ് P ആണ്, എന്റെ താഴെയാണ് P, ഈസ് ഈക്വൽ ടു വാട്ട്? O1n മൈനസ് O1p. ക്ലിയർ അല്ലേ? Yes, sir. Okay. What is O1n? O1n is mt by 2 multiplied by square root of 1 plus t by t into t by t plus 2 sin square 5 minus O1p. എന്താണ് ബേസിക്കലി O1p? O1p is nothing but radius of pitch circle of pinion ആണ്. സോ O1p എന്ന് പറഞ്ഞാൽ R തന്നെയല്ലേ? സ്മോൾ ആർ അല്ലേ? വാട്ട് ഈസ് O1p? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്മോൾ ആർ അല്ലേ? Yes, sir.
ആൻഡ് സ്മോൾ ആറിനെ ആണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? mt/2 എന്ന് എഴുതുന്നത് അല്ലേ? സോ ദിസ് ഈസ് മൈനസ് mt/2 അല്ലേ? Yes, sir. Yes, sir. Take mt/2 common. This is equal to mt/2 multiplied by what? Square root of 1 plus t/t multiplied by t/t plus 2 into sine square phi minus 1. This is ap into m. ഇവിടുന്ന് എന്ത് ചെയ്യാം? എമ്മിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എമ്മും ക്യാൻസൽ ആവൂലേ? ക്യാൻസൽ ആവൂലേ? Yes, sir. എമ്മും ക്യാൻസൽ ആയി. ഇനി എന്റെ ടോപ്പിക് എന്താ? മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ ആണല്ലേ? വാട്ട് ഈസ് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ? സ്മോൾ ടി അല്ലേ ഇതിന്റെ വാല്യൂ? സ്മോൾ ടി അല്ലേ ഇതിന്റെ വാല്യൂ അല്ലേ? സ്മോൾ ടി ഇവിടെ ഇല്ലേ? ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാ പോരെ? ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 2ap വരും, ഇത് ഡിനോമിനേറ്ററിൽ പോകും, സോ നേരെ ഉൾട്ട വരും അല്ലേ? Yes, sir. Yes, sir. Yes, sir. എനിക്ക് കിട്ടേണ്ടത് ഇതിൽ നിന്ന് ടി എന്ന് പറഞ്ഞ ടേം മാത്രമാണ്. സോ റൈറ്റിംഗ് ദ ടേം വിത്ത് റെസ്പെക്ട് ടു ടി എനിക്ക് എന്ത് കിട്ടും? ടി എന്ന് പറഞ്ഞാൽ 2 into ap, ദാറ്റ് വിൽ ഗോ ഓൺ ദ ന്യൂമറേറ്റർ. 2ap ഡിവൈഡഡ് ബൈ താഴെ എന്താ വരുവോ? ഈ ടേം അല്ലേ വരുവാ? ടീന്റെ കൂടെയുള്ള ടേം അല്ലേ താഴെ വരുവാ അല്ലേ? Yes, sir. 1 Yes, sir. plus t/t multiplied by t/t plus 2 into sine square phi minus 1. ഇതിന്റെ സ്ക്വയർ റൂട്ട് ഉണ്ട്. This is the equation for what? Minimum number of teeth on the pinion in order to avoid interference. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഇക്വേഷൻ എന്തായാലും നോട്ട് ചെയ്ത് നോക്കൂ. സി ഡെറിവേഷൻ സെപ്പറേറ്റ്ലി നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ഡെറിവേഷൻ ചോദിക്കാം. യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ആസ്കിങ് യു ടു ഡിറൈവ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്ത് നോക്ക്, സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്ക്. കാരണം ഡയറക്ട്ലി യു ഹാവ് ടു അപ്ലൈ ദിസ് ഇക്വേഷൻ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ വാല്യൂസ് ഫോർ എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് ഈ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. സാർ ഇതില് എപിന്റെ വാല്യൂ നമുക്ക് മുന്നേ തരുമോ? എപിന്റെ വാല്യൂ ന്യൂമറിക്കലിലാണെങ്കിൽ തരും. എപിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പം എഡൻഡം ഓഫ് പിനിയൻ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് തരുക. അങ്ങനെ തരുന്ന ഞങ്ങൾ എപിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എഡൻഡം ഓഫ് പിനിയൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി AP into M ആണ്. സോ ക്വസ്റ്റ്യനിൽ AP മാത്രമാണ് തന്നിട്ടില്ലെങ്കിൽ മൾട്ടിപ്ലൈ ദാറ്റ് AP യൂസിങ് ദ മൊഡ്യൂൾ. ഗിയറിന്റെ മൊഡ്യൂൾ എത്രയാണോ പറഞ്ഞത്? സി ഗിയറിന്റെ മൊഡ്യൂളിനെ പറ്റി മെൻഷനിങ് ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും മൊഡ്യൂൾ 1 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ ഓൾവേസ് 1 ആയിട്ട് എടുക്കുക. ഇഫ് അതർവൈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എഡൻഡം ഓഫ് പിനിയൻ എന്ന് തന്ന എന്താണോ വാല്യൂ തരുന്നത് ഡയറക്റ്റ് ആ വാല്യൂ തന്നെ നിങ്ങൾക്ക് AP ആയിട്ട് എടുക്കാം. സപ്പോസ് ഇൻ പ്ലേസ് ഓഫ് 1 മൊഡ്യൂൾ ഈസ് ഗിവൺ ആസ് 2. മൊഡ്യൂളിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ 2 ആണ് തന്നെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ APന്റെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 2 ആയിരിക്കും ടോട്ടൽ എഡൻഡം. ക്ലിയർ? Is it clear? Okay. Now, ഇതിനെ നമുക്ക് ഒരു രീതിയിലും കൂടി മാറ്റി എഴുതാം. എല്ലാ രീതിയിലുള്ള ഇക്വേഷൻസ് എഴുതി വെക്കാം. This can be also expressed as T is equal to 2AP divided by 1 plus T/T എന്ന് പറഞ്ഞാൽ G ആണ്, ഗിയർ റേഷ്യോ, multiplied by G plus 2 sine square phi 3 square root minus 1. ഈ രീതിയിൽ എഴുതി വെക്കാം. ഇതും സെയിം എക്സ്പ്രഷൻ ആണ് യൂസിങ് ഗിയർ റേഷ്യോ ടേം. ഈ രണ്ട് ഇക്വേഷൻസ് എഴുതി വെക്ക്.
രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെറിവേഷനും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഡെറിവേഷനാണ്. ക്ലിയർ ആണോ? Yes, sir. ഇക്വേഷൻ എഴുതി വെച്ചോ? ഇക്വേഷൻ എഴുതിയിട്ട് ആ ഫിഗറുമായിട്ട് ഒന്ന് തട്ടിച്ച് നോക്കിക്കോ. ഇപ്പൊ തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക. പിന്നീടൊരു സമയം കണ്ടെത്തണ്ട മനസ്സിലാക്കാൻ, കയ്യോടെ മനസ്സിലാക്കുക. Now, ഇതിന് സബ്സിക്വന്റ് ആയിട്ട് വൺ മോർ ടോപ്പിക് ഉണ്ട്. അതാണ് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ എന്നുള്ള മാറ്റിയിട്ട് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ. ഗിയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിഗ്ഗർ വീൽ, വലിയ വീൽ, ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇൻഡഫറൻസ്. Okay, so now we focus on, or our focus shifts to the bigger wheel from the pinion. Pinion നിന്ന് bigger wheelലേക്ക് വരും. ബിഗ്ഗർ വീലിലേക്ക് വരുമ്പോൾ എന്താണ് എൻ്റെ എഡൻഡം? ഇതാണ് അല്ലേ, മൈ ന്യൂ എഡൻഡം എന്ന് പറഞ്ഞ ഏതാ? എൻ്റെ പുതിയ എഡൻഡം ഏതാ? ഇതല്ലേ ന്യൂ എഡൻഡം സർക്കിൾ. ഇവിടെ കാണുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ന്യൂ എഡൻഡം ഫോർ ഗിയർ അല്ലെ? ന്യൂ എഡൻഡം ഫോർ ഗിയർ അതാണെങ്കിൽ, ഓ സോറി, ന്യൂ എഡൻഡം ഫോർ ഗിയർ അല്ല, അത് ആക്ച്വൽ എഡൻഡം ആണ്. ദിസ് ഈസ് മൈ ആക്ച്വൽ എഡൻഡം. ഇത് ഒറിജിനൽ എഡൻഡം ആണ്, ആക്ച്വൽ എഡൻഡം ആണ് അല്ലെ? O2K അതായിരുന്നു. O2Kയില് ലൈൻ വരച്ചിട്ടുള്ള ആക്ച്വൽ എഡൻഡം ആണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? വി ആർ ഗോയിങ് ടു ഇൻക്രീസ് ദി എഡൻഡം അല്ലെ? നമ്മൾ എഡൻഡം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കെ O2Kയിൽ നിന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഐ ഇൻക്രീസ് ഓർ പോയിന്റ് ഓഫ് കോൺടാക്ട് കെയിൽ നിന്ന് എമ്മിലേക്ക് കൊടുക്കും അല്ലെ? ഇവിടെ എല്ലിൽ നിന്ന് എന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പോലെ ഐ എം ഷിഫ്റ്റിംഗ് കെ ടു എം. സോ എമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്റെ എഡൻഡം മാറൂലേ? മാറുമല്ലേ ചെയ്യാ? എമ്മിലേക്ക് നോക്കുമ്പോൾ എന്താ ചെയ്യാ? മൈ റേഡിയസ് ഓഫ് ന്യൂ എഡൻഡം ബിക്കംസ് ദിസ് വൺ. പുതിയ എഡൻഡത്തിന്റെ റേഡിയസ് O2M ആവും. ആൻഡ് മൈ ന്യൂ എഡൻഡം സർക്കിൾ വിൽ ബി ലൈക്ക് ദിസ്. കാണുന്നില്ലേ? ഇതാണ് പുതിയ എഡൻഡം സർക്കിൾ. കാണുന്നുണ്ടോ? ഈ സർക്കിൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, സോ ദിസ് ഈസ് മൈ ന്യൂ എഡൻഡം സർക്കിൾ. ന്യൂ എഡൻഡം സർക്കിൾ ആണെങ്കിൽ ഇതാണെങ്കിൽ എന്റെ എഡൻഡത്തിന്റെ റേഡിയസ് എന്തായി? O2M ആയി. സോ നമ്മൾ നേരത്തെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത O1 എന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ് ഫ്രം കൺസിഡറിങ് ദ ട്രയാങ്കിൾ. Okay, consider the triangle O2MP. O2MP ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ O2MP കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 sides ഓഫ് എ ട്രയാങ്കിൾ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതണം.
So what I'm going to do is, I'm going to write an equation based on O2m. O2m square can be expressed as what? O2p square plus pm square minus 2 O2p into pm multiplied by cosine of the angle. Cosine of the angle എന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ എടുക്കണ്ടേ? ഈ ആംഗിളിൽ എടുക്കണ്ടേ? ഈ ആംഗിളിൽ എടുക്കണ്ടേ അല്ലേ? O2m-നെ പറ്റി എഴുതുന്നത്. അപ്പോൾ O2m-നെ ഓപ്പോസിറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആംഗിളാണ് എടുക്കേണ്ടത്. വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ഇഫ് ദിസ് ആംഗിൾ വാസ് 90 minus 5, ഇതും 90 minus 5 ആയിരിക്കണ്ടേ? കാരണം എന്താ? ഇതും വെർച്വലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? സോ കോസ് ഓഫ് 90 minus 5 അല്ല 90 plus 5 ആ വരിക. 90 minus 5 അല്ല 90 plus 5. Okay, ഇനി let us start rearranging. What is O2p? O2p എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ ഓഫ് ഗിയർ ആണ്. സോ R square, capital R square plus what is PM? PM എന്ന് പറഞ്ഞാൽ if you consider this triangle O1PM, PM can be represented as O1p sin phi. O1p is nothing but radius of pitch circle of pinion, small r. So this becomes R square sin square phi minus of 2 into O2p is nothing but capital R, PM is small r sin phi multiplied by cos 90 plus phi. Cos 90 plus phi is minus sin phi. Minus and minus will become plus. Sin phi multiplied by sin phi, sin square phi. So this in turn becomes what? R square plus R square sin square phi plus 2r small r sin square phi. Take capital R square outside. Remaining എന്ത് വരും? 1 plus R square sin square phi divided by capital R square plus എന്ത് വരും? 2 r sin square phi divided by R square. അല്ലേ? ഇവിടെയുള്ള ഒരു ആറും ഈ ഒരു ആറും ക്യാൻസൽ ചെയ്തു പോകും. സോ റിമൈനിങ് വിൽ ബി സിംപ്ലി ഈ ടേം. ഇതിൽ നിന്ന് എന്താ ചെയ്യുക? R square keep it as such multiplied by what? 1 plus ഇതിൽ നിന്ന് എന്തെടുക്കും ഞാൻ? R by R sin square phi കോമൺ എടുക്കുന്നു. R by R sin square phi. റിമൈനിങ് എന്തായിരിക്കും? R by R plus 2 അല്ലേ? ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് R by R multiplied by R by R plus 2 sin squared phi. This is O2m whole square. So O2m will be what? Square root of this term. Square root of R square, it will remain R into square root of 1 plus R by R multiplied by R by R plus 2 sin squared phi. Now I am substituting a few terms in place of the basic terms. Capital R na enakku engane ezhudhan pattum? Small r m small t by 2 ആണെങ്കിൽ capital R എന്തായിരിക്കും? m into capital T by 2 ആണ് അല്ലേ? Yes sir. Okay. Again, gear ratio T by small t is equal to capital R by small r ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ small r by capital R എന്ന് പറഞ്ഞാൽ എന്താണ്? Small t by capital T അല്ലേ? അല്ല സോറി, എന്താണ് വരിക? In place of small r by capital R എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1 by g. 1 by g അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി ഇത് എഴുതിയിട്ട് നമുക്ക് ജിയിലേക്ക് പോവാം. അതായത് വാട്ട് ഐ എം ഡൂയിങ് ഈസ് ആറിന്റെ ടേംസ് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ എവറിത്തിങ് ഐ എം ചേഞ്ചിങ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടീത്ത് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി.
ഇത് ക്ലിയർ അല്ലേ ഈ എഴുതിയത്? Yes, sir. Okay. So just we are going to rewrite this one using the terms of number of teeth. So O2m can be expressed as O2m is equal to, this is m capital T by 2 multiplied by square root of 1 plus small t by capital T multiplied by small t by capital T plus 2 sine square phi. Let this be equation number 1. Equation number 1. Clear? നേരത്തെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്? സെയിം ഫോർമാറ്റിലാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ. Now again, ഇവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാം? I am going to introduce another term similar to what we have done in the previous case. Previous case ചെയ്ത പോലെ തന്നെ ഒരു ടേം അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്നു. I am introducing AW into M be the addendum of the gear. Gear അല്ലെങ്കിൽ bigger wheel. AW into M. Where M എന്താണ്? സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ അല്ലേ? ആൻഡ് AW എന്താണ്? A small fraction that will be multiplied to, small fraction multiplied to what? To one standard module of the gear. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ എന്താണ് നമ്മൾ ചെയ്തത്? അതേ പരിപാടി. AP into M ന് പകരം AW into M. W എന്ന് പറഞ്ഞാൽ വീല് അല്ലെങ്കിൽ AG എന്ന് വെച്ചാലും മതി, ഗിയർ. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ, Yes, sir. ഫൈൻ. അങ്ങനെയാണെങ്കിൽ എഡൻഡം നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ടോട്ടൽ എഡൻഡം. എഡൻഡം അഗെയിൻ ഡിസ്റ്റൻസ് ആണ്. AW മൾട്ടിപ്ലൈഡ് ബൈ M. ഇതിനെ ഹൗ ക്യാൻ ഐ എക്സ്പ്രസ്? ഏതാണ് AW ബൈ M എന്ന് പറഞ്ഞാൽ? ഏതാണ് ആ വാല്യൂ? പിച്ച് സർക്കിളിൽ നിന്ന് പുതിയ എഡൻഡത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ആ ഡിസ്റ്റൻസ്. ഇതല്ലേ ആ ഡിസ്റ്റൻസ്? Yes, sir. ഈ ഡിസ്റ്റൻസ് എന്താണ്? O2M മൈനസ് O2P അല്ലേ? ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. O2M മൈനസ് O2P. This is O2M minus O2P. What was O2M? O2M എന്ന് പറഞ്ഞാൽ ഇതാണ്. MT by 2 square root of 1 plus T by T multiplied by T by T plus 2 sine square phi minus O2P എന്ന് പറഞ്ഞാൽ എന്താ? What is O2P? Radius of pitch circle of gear ആണ് അല്ലേ? That means this should be R. Capital R ആണ്. In place of capital R എനിക്ക് എന്ത് എഴുതാൻ പറ്റും? MT by 2 എന്ന് തന്നെ എഴുതാലോ. എഴുതിക്കൂടെ? Yes, sir. MT by 2. Take MT by 2 common. So MT by 2 multiplied by what? Square root of 1 plus T by T multiplied by T by T plus 2 sine square phi. Okay, minus 1. This is AW into M. Now what happens? എനിക്ക് എന്താ വേണ്ടുന്നത്? എനിക്ക് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ആണ്. സോ ക്യാപിറ്റൽ ടീന്റെ ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലെ? ക്യാപിറ്റൽ ടീന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ഇവിടുന്ന് M ക്യാൻസൽ ചെയ്യാം. ഇനി ടീനെ മാത്രമായിട്ട് ഐ ക്യാൻ റൈറ്റ് എൻ ഇക്വേഷൻ അല്ലെ? ബ്രിങ്ങിങ് T ഓൺ ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദാറ്റ് മീൻസ് T ക്യാൻ ബി റിട്ടൺ ആസ് 2AW divided by the term that comes along with T. That is nothing but square root of 1 plus T by T multiplied by small t by T plus 2 sine square phi minus 1. This is the equation for minimum number of teeth on the gear in order to avoid interference. Clear ano? Similar equation related to the compared to the pinion. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, എക്സ്പ്രസ് ചെയ്യാം. T can also be expressed as 2AW divided by what? Square root of 1 plus T by T എന്ന് പറഞ്ഞാൽ 1 by G ആണ്.
into 1 by g plus 2 sine squared phi minus 1. Is this clear for everyone? Sir. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കുക. കാരണം ദിസ് ഡെറിവേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെറിവേഷൻ അലോങ് വിത്ത് ദീസ് ഫൈനൽ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് റിഗാർഡ്സ് ടു യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. യു ക്യാൻ ബി ആസ്ക്ഡ് ടു ഡിറൈവ് ദീസ് ഇക്വേഷൻസ് ഓർ യു ഹാവ് ടു അപ്ലൈ ദീസ് തിങ്സ് ടു ഒബ്റ്റെയിൻ ദ വാല്യൂസ് ഇൻ എ ന്യൂമറിക്കൽ. ക്ലിയർ ആണോ? Sir.